അയോധ്യ രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉപഹാരമായി സമർപ്പിച്ച ഓണവില്ലിന് തൃശൂർ പൂങ്കുന്നം ശ്രീരാമക്ഷേത്രത്തിൽ സ്വീകരണം നൽകുന്നു. തത്സമയം ഒന്ന് പറയട്ടെ, എനിക്ക് ബാക്ക് കാണില്ലേ, ഒന്ന് കൺട്രോൾ ചെയ്തോ. ആ താടിക്കാരൻ ചേട്ടൻ കുറെ നേരം ലൈവില് ചേട്ടാ ലൈവാണ്, അതുകൊണ്ട് പറയണേ, ലൈവിലെ ചേട്ടാ ഇങ്ങോട്ട് വരോ ഞാൻ പറഞ്ഞതാണ് ഈ നമ്പറിൽ വിളിക്കാൻ വേണ്ടിയിട്ട്. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ 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 ശ്രീരാമ ജയ രാമ ജയ ചേട്ടാ ഈ കൺട്രോളുകളൊക്കെ എവിടെയാണ്? പത്മനാഭസ്വാമി ക്ഷേത്രം ഉപഹാരമായി സമർപ്പിച്ച ഓണവില്ലിന് തൃശൂർ പൂങ്കുന്നം ശ്രീരാമക്ഷേത്രത്തിൽ സ്വീകരണം നൽകുകയാണ്. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ മനോജ് ഉണ്ട്. മനോജ്, രാമനാമം ജപിച്ചുകൊണ്ട് ഭക്തി നിർഭരമായി ഓണവില്ലിനെ വരവേൽക്കുന്ന കാഴ്ച ഭക്തർ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? രാമമന്ത്ര ധ്വനികളോടെ ഈ ഓണവില്ലിനെ ഇപ്പോൾ സ്വീകരിച്ച് തൃശൂർ പൂങ്കുന്നം സീതാരാമ സ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. അമ്മമാർ താലപ്പൊലിയും അതുപോലെ തന്നെ
രാമമന്ത്ര ധ്വനികളുമായി ആ റോഡ് വഴി ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എറണാകുളം പാവക്കുളം ക്ഷേത്രത്തിലായിരുന്നു ഈ വില്ലെത്തിയത്. ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഈ വില്ല് സ്വീകരിച്ച ശ്രീരാമ തീർത്ഥ ട്രസ്റ്റിന്റെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളും ഒപ്പമുണ്ട്. ഇത് തന്നെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് രാമജന്മഭൂമിയിലെ രാമലല്ലയുടെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിൽ നിന്നും, അതായത് ശ്രീപത്മസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അയോധ്യയിലേക്ക് സമ്മാനിച്ച ഓണവില്ലാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ തന്നെ അവിടെയുള്ള മറ്റ് അവിട്ടം തിരുനാൾ വർമ്മയൊക്കെ ഉൾപ്പെടെ കാർമ്മികത്വം വഹിച്ചിട്ടുള്ള ആ ചടങ്ങ് കഴിഞ്ഞ് ആയിരങ്ങളുടെ നാമജപത്തോടെ നഗരപ്രദക്ഷിണത്തിന് ശേഷമാണ് എറണാകുളം പാവക്കുളം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത്. അതിനുശേഷം അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കറിയാം, തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ നഗരത്തിലുള്ള രാമക്ഷേത്രമാണ് ഈ പൂങ്കുന്നം സീതാരാമസ്വാമി ക്ഷേത്രം. ഇവിടെ തന്നെ 51 അടിയുള്ള ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയൊക്കെ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെയധികം പ്രസിദ്ധമാർന്നിട്ടുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ ഓണവില്ല് എത്തിക്കുന്നത്. ഇവിടെ നിന്നും വിമാനമാർഗമാകും അയോധ്യയിലേക്ക് കൊണ്ടുപോകുക. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ റോഡിന്റെ ഇരുവശവും നാമജപത്തോടെ തന്നെ ഈ ഓണവില്ലിനെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ്, സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തന്നെ വളരെ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. ഈ സന്ധ്യാസമയത്ത് കയ്യിൽ താലപ്പൊലിയേന്തി വിളക്ക് കൊളുത്തി ആ ഒരു സ്വീകരണം വലിയ ആഘോഷത്തോട് തന്നെയാണ്, വിപുലമായ രീതിയിൽ തന്നെയാണ് ഈ ഓണവില്ലിന് സ്വീകരണം നൽകി അയോധ്യയിലേക്ക് രാമലല്ലയുടെ അടുത്തേക്ക് അയക്കുന്നത്. അയോധ്യയെ സംബന്ധിച്ചിടത്തോളം 500 വർഷത്തിലധികമുള്ള ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ ലക്ഷ്യവും അതുപോലെ തന്നെ അഭിമാനവുമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇനി അങ്ങോട്ടുള്ളത്. ഈ 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ലോകമെമ്പാടും വലിയ ആഘോഷത്തോടുകൂടി അത് നോക്കിക്കാണുമ്പോൾ ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുമുള്ള ഒരു ഉപകാരം അത് അയോധ്യയിലേക്ക് എത്തുന്നു. അതിന് കേരളത്തിൽ നിന്നുമുള്ള സ്വീകരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ക്ഷേത്രത്തിലും, അതായത് പാവക്കുളം ക്ഷേത്രത്തിലായാലും ഇവിടെ സീതാരാമ സ്വാമി ക്ഷേത്രത്തിലായാലും വലിയ തരത്തിൽ വലിയ ജനപങ്കാളിത്തത്തോടെയുള്ള ഒരു സ്വീകരണം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതിൽ തന്നെ ശ്രീരാമ മന്ത്ര ധ്വനികളോടെ അമ്മമാരും പ്രായഭേദമന്യേ കുട്ടികളും മറ്റ് മുതിർന്നവരുമൊക്കെ ഈ ഒരു നാമജപത്തിൽ ഒത്തുകൂടിയിട്ടുണ്ട്. അവർക്ക് തന്നെ വളരെ ഭക്തിപൂർവമായി ഈ ഒരു ഓണവില്ലിനെ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും നാളെ വിമാനമാർഗം അയോധ്യയിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ നിന്നും പത്മനാഭന്റെ അടുത്തു നിന്നും ഇത്തരത്തിലൊരു ഉപകാരം അയോധ്യയിലെത്തും. എന്തായാലും ഈ ഒരു ചടങ്ങ് പ്രാണപ്രതിഷ്ഠയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഭാരതത്തിലെമ്പാടും ഒരു ഭക്തി നിർഭരമായിട്ടുള്ള അന്തരീക്ഷം തന്നെയായിരുന്നു. കാരണം അയോധ്യയിൽ നിന്നുൾപ്പെടെ അക്ഷതങ്ങൾ അവിടെ പൂജിച്ച അക്ഷതം ഇന്ന് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഭാരതമെമ്പാടുമുള്ള വീടുകളിൽ ആ അക്ഷതം എത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ ഓരോ ഭക്തരും രാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് ഈ ഒരു പ്രാണപ്രതിഷ്ഠ ദിനത്തിനായി ആ നിമിഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുന്ന നിമിഷം ഭക്തി നിർഭരമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പൂങ്കുന്നം നിവാസികളും ഈ ഒരു ഓണവില്ല് വാങ്ങുന്നത്. ഈ ഓണവില്ല് സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ഈ ക്ഷേത്രത്തിലാണ് ഈ ഓണവില്ല് ഇരിക്കുക. അതിനുശേഷം നാളെ രാവിലെ തന്നെ ഈ ഓണവില്ല് വിമാനമാർഗം അയോധ്യയിലേക്ക് എത്തും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രസിദ്ധമാർന്നിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ആ ക്ഷേത്രത്തിൽ തന്നെ ഹനുമാൻ സ്വാമിയുടെ പുതിയ ആ ഒരു പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധ നേടിയിരുന്ന ഒന്ന് തന്നെയാണ്. അത്തരത്തിൽ പൂങ്കുന്നം നിവാസികൾ, ഈ തൃശ്ശൂരിലെ ജനങ്ങൾ ഒന്നാകെ തന്നെ ഓണവില്ലിനെ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പനേരം കൂടെ കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലേക്ക് എത്തും. പിന്നീട് ക്ഷേത്രം വലം വെച്ചുകൊണ്ട് ഈ ഓണവില്ല് ആ ക്ഷേത്രത്തിൽ ഇന്നൊരു ദിവസം സ്ഥാപിക്കും. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ആഘോഷത്തോടുകൂടി തന്നെയാണ് ഈ ഒരു ഓണവില്ല് ഇപ്പോൾ ഇവിടെ ഏറ്റുവാങ്ങുന്നത്. അതോടൊപ്പം നാളെ അയോധ്യയിലേക്ക് ഈ ഓണവില്ല് കൊണ്ടുപോകുമ്പോഴും ഇത്തരത്തിൽ വളരെ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും. എന്തായാലും ഇപ്പോൾ വലിയ തരത്തിലൊരു ആഘോഷമാക്കി ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ വളരെ ഭക്തിപൂർവ്വമാക്കി മാറ്റുകയാണ്. ഈ ഒരു മനോജാണ് വിവരങ്ങൾ നൽകി.